പേരുകൾ 10-15 ആൾക്കാരുടെ മുൻനിരയിലുള്ള ആളുകളുടെ പേരുകൾ വായിച്ചു നോക്കൊണ്ടി. അതിലെ എത്രയോ ആളുകൾ പകുതിയിലധികവും നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരായി. എന്താ ജോലി? എന്താ ജോലി? നമ്മുടെ മക്കൾ പറയും എന്താ ജോലി? ഞാൻ തിരക്കഥാകൃത്താണ്. എന്തിന്റെ? സിനിമന്റെ. എന്താ ജോലി? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഏതിന്റെ? സിനിമന്റെ. എന്താ ജോലി? ഞാൻ മേക്കപ്പ് മാനാണ്. എന്തിന്റെ? പെണ്ണിന് ആണ് മേക്കപ്പ് ഇട്ട് കൊടുക്കുക. എന്റെ ജോലി അതാണ്. എന്താണ് ജോലി? ഞാൻ ഡാൻസ് മാസ്റ്ററാണ്. എന്തിന്റെ? സിനിമാറ്റിക് ഡാൻസിന്റെ കോറിയോഗ്രഫിയാണ്. എന്റെ കുട്ടിയുടെ വരുമാനമാണത്. സഹോദരങ്ങളെ, ആരെ വീട്ടിൽ നിന്നാണ് ഈ പോണത്? ആരെ വീട്ടിൽ നിന്നാണ്? നമ്മുടെ വീട്ടിൽ നിന്ന്. എത്രയോ വർഷമായി നമ്മൾ ഖുതുബ കേൾക്കുന്നത്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ അവരെ തെരഞ്ഞെടുക്കുന്ന വഴിയാണ് ഒരു ബാഗും ഏതെങ്കിലും ഒരു മുടിയും കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് ഹെയർ ബാൻഡ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എന്നിട്ട് പറയാൻ ഇതിന്റെ പാഷനാണ്. ഏത് പാഷൻ? ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെയും പാഷൻ അവനവന്റെ ഇഷ്ടത്തിന്റെ അപ്പുറത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം തെരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമാകുക. നമ്മൾ എന്തുകൊണ്ടാ പള്ളിക്ക് ജുമാക്ക് വന്നത്? ഇതിന് എന്തേ കള്ളി ഷാപ്പിൽ കുറെ ആൾക്കാരുണ്ടല്ലോ. പള്ളിയിലേക്ക് വരൽ എന്റെ തൃപ്തിയേക്കാൾ അപ്പുറം അള്ളാന്റെ തൃപ്തിയാണ്. ആ തൃപ്തി ആയതുകൊണ്ടാണ് നമ്മൾ ജുമാക്ക് ഇവിടെ എത്തുന്നത്. ഞാനൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നാട്ടിലെല്ലാ സിനിമാ മേഖലയിൽ നമ്മളെ കുട്ടികള്, എന്നിട്ട് തിരക്കഥാകൃത്തും നമ്മള്, ഡയറക്ടറും നമ്മള്. എന്താ കുട്ടിന്റെ ജോലി? അവന് ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ്. എന്താ അതിന്റെ അർത്ഥം അറിയോ? ഞാൻ യുവാക്കൾ പറയാം, മക്കൾ എന്താ അർത്ഥം അറിയോ? നിങ്ങളുടെ വാപ്പാക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന മരുന്നില്ലേ, ആ മരുന്ന് പോലെ ഹറാമാകും. ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായതോ പരിപൂർണമായതോ മുക്കാൽ ഭാഗമോ ആയ നഗ്നത ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന, ബെഡ്റൂമിലെ രംഗങ്ങൾ ആളുകളുടെ മുന്നിൽ ടിക്കറ്റ് വാങ്ങി കാണിപ്പിച്ചു കൊടുക്കുന്ന, ജീവിതത്തിൽ മറ്റൊരാളുടെ ശരീരത്തിന്റെ നിമ്നോന്നത ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന അത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ വരുമാനാകുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രം വലിയ സങ്കടം എന്താണ്? പ്രവാചകന്റെ വാക്ക് സഹോദരിമാരോട് കൂടിയിട്ടാണ്. ഞാൻ ഉമ്മമാരോട് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തിലൊരു കാര്യം പറയാൻ. ശൈത്താൻ നിങ്ങളെ നന്നായി പിടിക്കും. ഉമ്മാരെ, ശൈത്താൻ നിങ്ങളെ നന്നായി പിടിക്കും. പ്രവാചകന്റെ വാക്ക് ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ലഹ്മു നബത മിൻ സുഹ്തിൻ, ഒരാളുടെ ശരീരത്തിൽ അല്ലാഹു നിരോധിച്ച സമ്പത്ത് വന്നാൽ അന്നാറു ഔലാ ബിഹി, നരകമാണ് അവൻ ഒന്നാമത്തെ അർഹത. അതെന്തേ ഉമ്മാരോട് പറയാൻ കാരണം? ഉമ്മാരെ എല്ലാവരും ശ്രദ്ധിക്കണ്ടോ? നമ്മുടെ കുട്ടി ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നന്നായി പാടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരമൊക്കെ പ്രദർശിപ്പിച്ച് എവിടുന്നെങ്കിലും ഒരു കോള് വന്ന്, എന്നിട്ട് അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ ഒരു സിനിമന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുമ്പോൾ അതിൽ നമ്മൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞയച്ച്, എന്നിട്ട് അവിടെ ഇന്റർവ്യൂല് എല്ലാവരും എതിർത്തപ്പോൾ എന്റെ ഉമ്മയായിരുന്നു എനിക്ക് സപ്പോർട്ട്. ഉമ്മ ഇങ്ങനെ സലഫി മഫ്തിട്ട് ഉമ്മ ഇങ്ങനെ പൊന്തുക. എന്തിനമ്മാരെ പൊന്തുന്നത്? ഏത് കാര്യത്തിനാ പൊന്തുന്നത്? എന്റെ കുട്ടി ഖുർആൻ പകുതി ഹിഫ്ളാക്കി എന്നുള്ള കാര്യത്തിനാണോ? നാട്ടിലത്തെ മുഴുവൻ ആൾക്കാരും തോന്നിയാസ് ചെയ്തപ്പോ എന്റെ കുട്ടി ചെയ്തില്ല എന്നാണ്? അല്ല. പിന്നെയോ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അഴിഞ്ഞാടുന്നത് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന കൂട്ടത്തിൽ എന്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ചു. നാളെ മുതൽ അവിടെ വരുമാനം അതാണ്. അങ്ങാടിയിൽ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിന്റെ വരുമാനാണ് എന്റെ കുട്ടിക്ക്. അത് നിങ്ങളെ കുട്ടി ആളാകാൻ വേണ്ടിയിട്ട് മീഡിയന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനാകുക? പാപ്പാരന്മാരെ ശ്രദ്ധിക്കണം. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞത്, പുതിയ കാലം ഇതിനൊക്കെ നിസ്സാരമാക്കി പോകാൻ. അതാ അല്ലാഹ് പറഞ്ഞത്, റസൂൽ പറഞ്ഞത്, ലാ യുബാലി അൽ മർഉ, മനുഷ്യന്മാര് പരിഗണിക്കും. നിങ്ങൾ എന്താ പറയുക? വീഡിയോ ക്ലിപ്പ് ഉണ്ട്, പാഷന്റെ പിന്നാലെയാണ്. നമ്മൾ ഓരോ മനുഷ്യനും പാഷന്റെ പിന്നാലെ പോകണം. നമ്മളും പാഷന്റെ പിന്നാലെയാണ്. പക്ഷെ അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ഒരു പാഷൻ ഉണ്ട്. അതാണ് ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എന്റെ പാഷനുണ്ട്, പക്ഷെ എന്റെ ജീവിതവും മരണവും ഒക്കെ നീ പറയുന്നതനുസരിച്ചാണ്. എന്റെ പാഷന്റെ മുകളിൽ നിന്റെ ഒരു പാഷനുണ്ട്, നിന്റെ ഒരു തീരുമാനമുണ്ട്. അവിടേക്ക് വരണം.